യാക്കോബായ സഭയിലെ മെത്രാപ്പൊലീത്തമാരുടെ സ്ഥലംമാറ്റ ഉത്തരവുകൾ റദ്ദാക്കിയ പാർത്രിയാർക്കീസ് ബാവയുടെ നടപടിയെ തുടർന്നായിരുന്നു സുന്നഹദോസ് ചേർന്നത്. പാർത്രിയാർക്കീസ് ബാവ സഭയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയെന്ന കാര്യം സുന്നഹദോസ് ഉപസമിതി കൺവീനർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത സ്ഥിരീകരിച്ചു. പാർത്രിയാർക്കീസ് ബാവയുടെ തീരുമാനമാണ് സഭയിൽ അന്തിമമെന്നും സുന്നഹദോസ് തീരുമാനം വിശദീകരിച്ച് മെത്രാപ്പൊലീത്ത അറിയിച്ചു. ഭദ്രാസനങ്ങളിൽ നിന്നും പരാതികൾ വന്ന പശ്ചാത്തലത്തിൽ ചില ഭേദഗതികൾക്ക് വേണ്ടി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ഇവിടേക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പനയാണ് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും അന്തിമമെന്ന്. ഓർത്തഡോക്സ് സഭയുമായി യാക്കോബായ സഭ ലയിക്കാൻ പാർത്രിയാർക്കീസ് നിർദ്ദേശിച്ചെന്ന ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ല. ഓർത്തഡോക്സ് സഭയുമായി ചർച്ച നടത്താൻ ഉപസമിതി രൂപീകരിക്കണമെന്ന കൽപ്പനയും ഡമാസ്കസിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും മെത്രാപ്പൊലീത്ത വിശദീകരിച്ചു. എന്നാൽ ചർച്ചയുടെ സാധ്യത തേടാൻ ശ്രമിക്കും. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സഭ യോജിക്കാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. വളരെ തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അത് എന്ന് ഖേദപൂർവ്വം തന്നെ പറയട്ടെ. ഈ വിഷയം സംബന്ധിച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സ്ട്രിക്റ്റ് ഡയറക്ഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. കത്തോലിക്ക ബാവ രാജി പ്രഖ്യാപിച്ചെങ്കിലും അത് സ്വീകരിക്കേണ്ടതില്ലെന്നും സുന്നഹദോസിൽ ധാരണയായി. അഭിപ്രായ വ്യത്യാസമുണ്ടായത് സഭയിലല്ലെന്നും ജനങ്ങൾക്കിടയിലാണത് സംഭവിച്ചതെന്നും സുന്നഹദോസ് വിലയിരുത്തി. സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാർത്രിയാർക്കി സെന്ററിൽ ചേർന്ന സുന്നഹദോസിൽ 32 മെത്രാപ്പൊലീത്തമാരിൽ 18 പേർ പങ്കെടുത്തു. യു ഷൈജു, മീഡിയ 1, കൊച്ചി.